മേലങ്ങാടി സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചു. ഇപ്പോൾ ഇവിടെ എത്തി വെച്ചാൽ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് വെച്ചെത്തി. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ വീതിൻ്റെ അടുത്തെത്തി. വീതി കഴിഞ്ഞ് പിന്നെ മൊബൈൽ ഷോപ്പിൻ്റെ അടുത്തെത്തി. അതെ, മൊബൈൽ ഷോപ്പിൻ്റെ അടുത്ത് മജി മൊബൈൽ ഷോപ്പിൻ്റെ അടുത്തെത്തി നമ്മൾ. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ അടുത്തെത്തി. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പൈനയിൽ എത്തി. പൈനയിൽ കഴിഞ്ഞ് പാണ്ടിക്കാട് എത്തി. പാണ്ടിക്കാട് നിന്ന് നേരെ തുറക്കൽ മുസിപ്പാട്ടിൻ്റെ അടുത്തെത്തി. അവിടെ നേരെ തുറക്കെത്തി. തുറക്കൽ നേരെ തുറക്കലിൽ നിന്ന് തിരിഞ്ഞ് ചെമ്മലടമ്പിലേക്ക് തിരിഞ്ഞു. ഇപ്പം നമ്മൾ എത്തിയത് മധുവിൻ്റെ പീടിൻ്റെ അടുത്തെത്തി. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉജയത്തിൻ്റെ അടുത്തെത്തി. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈമി സ്കൂളിൻ്റെ അടുത്തെത്തി. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മേച്ചേരി റോട്ടിൻ്റെ അടുത്തെത്തി, മേച്ചേരി ഭാഗത്ത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ശാന്തി പള്ളീൻ്റെ അടുത്തെത്തി. അത് കഴിഞ്ഞ് നേരെ നമ്മളുടെ വീടിൻ്റെ അടുത്തെത്തി. അവിടെ നമ്മളെ വീട് കാണിക്കണം. ഇപ്പോൾ നമ്മളെ വീട് കാണിക്കും. ഇപ്പോൾ വീട് കാണട്ടോ. ഇപ്പം ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് ലോക്കാണ്. ഫുള്ള് ലോക്കായി ഒരു ബസ്. അപ്പോൾ സിജോ എന്ത് പറഞ്ഞോ സിജിനെ? അപ്പോൾ സാരാപ്പോട്ട ആളുകളെ കൊണ്ടുപോകാൻ ഓട്ടോ വേണം. അതാണ് സാരാപ്പോട്ട ആൾക്ക് പോകാനുള്ള ഓട്ടോ. സാരാപ്പോട്ടകൾക്ക് പോകാനുള്ള ഓട്ടോറിക്ഷ. അത് നമ്മുടെ മുതലാളിമാരെ കാറിലൊന്നും നമ്മൾ പോരില്ല. കാരണം ഒരു കൊണ്ടുപോകില്ല. അതാണ്. അപ്പോൾ സാരാപോട്ടെ ഓട്ടോറിക്ഷയിൽ കേട്ടിട്ട. അപ്പോൾ സിജിൽ പോട്ടെ നല്ലൊരു മനസ്സ്. സിധു സേത്തോടെ എന്ത് ഉണ്ടാവും. സേത്തോടെ കാണുന്ന തട്ടിക്കൊടുത്തോടി. സേത്തോടെ കാണുന്ന സിജു, മനസ്സറിയുന്ന, അതാണ് ആ മനസ്സറിയുന്ന സിജിൽ പോട്ട ആൾക്കാർ ഇന്നും ഉണ്ട്. സേത്തോടെ കാണുന്ന, അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം. സിജു എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ പോരുന്ന ഒരേ ഓട്ടോറിക്ഷക്കാരൻ സിജു മാത്രമാണ്. മേലങ്ങാടി സാധ്യത വിളിച്ചാൽ പോരും. അല്ലാത്ത ഓട്ടോറിക്ഷക്കാർ പോരൂല. സിജു ആയതുകൊണ്ട് മാത്രം പോരുന്നത്. അത് അവൻ്റെ മനസ്സിൻ്റെ കരളിൻ്റെ സ്നേഹം ഉണ്ട്. അതുകൊണ്ടാണ് അവൻ നമ്മളെ വിളിച്ചു പോകുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ എത്തുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സിജിക്ക് ഇവിടെയൊക്കെ കണ്ടല്ലോ, പരിചയമായി അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇതാണ് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ പോകുന്നത് വീട്ടിൻ്റെ ഇടത്തിലേക്ക്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകും. ഇതാ വരുന്നു പോന്നുകൊണ്ടിരിക്കുകയാണ്. സിജു വെല്ല പോവുള്ളൂ. അവന് വെല്ല പോവുള്ളൂ. അവനിക്ക് അങ്ങനെ ധൃതിയില്ല. നിങ്ങളതാ മാറില്ല, ആക്രാന്തയില്ല. സ്നേഹത്തോടെ കാണുന്ന, കൊടുക്കുന്നത് കൊടുത്താൽ മതി എന്ന് പറയുന്ന സ്നേഹത്തോടെ. ഇങ്ങനെയാണ് വേണ്ടത്. അല്ലാത്ത നമ്മൾ സാരാപോട്ട് ആളുകളെ കൊണ്ടുപോകാൻ ഇങ്ങനത്തെ ഓട്ടോ മതി. ഈ ഓട്ടോനാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ കരള്. അത് തന്നെയാണ് സ്നേഹത്തിൻ്റെ കരളായിരുന്നു മനസ്സിലാക്കുന്ന ഒരു മനസ്സുള്ള നമ്മുടെ സിജു എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മനസ്സിലാണ്. അപ്പോൾ സാരാപ്പോട്ട ആളുകൾ പോകാനുള്ള ഓട്ടോറിക്ഷ കേട്ടോ. മറ്റുള്ള ആൾക്കാരൊക്കെ
ചെറിയ ഓട്ടോറിക്ഷക്കാരെ കാണൂല. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ചെറിയ വാഹനങ്ങൾ കാണാതെ പോകും, അല്ലെങ്കിൽ ഓവറിൽ പോകും. എന്നാലും ചെറിയ ഓട്ടോറിക്ഷക്കാരെ നോക്കാട്ടോ, കാണാതെ പോകരുത്. ചെറിയ ഓട്ടോറിക്ഷക്കാരെ കാണണം. ഇന്ന് ഓട്ടോയാണ് സാരാപ്പോട്ട ആളുകൾക്ക് കയറാനും, ഒരു മഴ പെയ്താൽ ഓട്ടോയിൽ കയറാൻ അത് സാരാപ്പോട്ട ഓട്ടോയാണ്. അല്ലാതെ പൈസ കൊടുത്താലും മധുരമുണ്ടാകാനും നമ്മൾ മധുരം നോക്കിയിരിക്കാറില്ല. ജീവിതത്തിന്റെ തുള്ളിയാണ് ഓട്ടോ. മറ്റേത് കാറ് പറഞ്ഞാൽ എണ്ണടിച്ച് ഡീസലടിച്ച് പോകും. ഇതാകുമ്പോൾ നമ്മൾ സുഖമായിട്ട് പോകാം, നമ്മൾ ആശ്രയിച്ച് നടക്കും. കാരണം അത് അധികാരമില്ലാത്ത, അഹങ്കാരമില്ല സിധുവിന്. സ്നേഹത്തോടെ കാണുന്ന ഓട്ടോ ആണ്. ഈ സ്നേഹത്തോടെയാണ് നമ്മൾ ഓരോ ആളുകളും കാണേണ്ടത്. സ്നേഹത്തോടെ കാണണം. ഈ മനസ്സിൽ കൂടെ മറ്റൊരു ഓട്ടോറിക്ഷക്കാർക്ക് റസാഖ് എന്ന് പറഞ്ഞാൽ അവരെ ഊരിൽ കൂടെ ഇല്ല. സിധുവിൻ്റെ അതമാരി റസാഖ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാർക്കും ഊരിൽ കൂടെ ഇല്ല. അവർക്ക് റസാഖിന്റെ ഉരുള്, സ്നേഹം, മനസ്സ് അവർക്കില്ല. എന്നാൽ ഇത് നമ്മുടെ സ്നേഹത്തിന്റെ ഓട്ടോറിക്ഷക്കാരനാണ്, മേലങ്ങാടിക്കാരനാണ്, സ്നേഹത്തോടെ കാണുന്ന ഓട്ടോറിക്ഷക്കാരാണ്, മനസ്സറിയുന്ന ആൾക്കാരാണ്, എൻ്റെ ഫാൻസാണ്, ഒക്കെയാണ്, എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. അതുകൊണ്ട് സിജു ഈ മേലങ്ങാടി ആണെങ്കിലും മേലങ്ങാടി ഉള്ള സിജു ആണ്. സിജു ഓടുന്ന മേലങ്ങാടി സ്റ്റാൻഡിലാണ്. അപ്പോൾ ആരും സിജുനെ വിളിക്കുക, നല്ല ചങ്ങായിയാണ്, ഓനെ വിളിക്കുക. എല്ലാവരും ഓനെ വിളിക്കണം, ഓനെ വിളിച്ച് കൊണ്ടുപോവുക. ഓക്കെ, ഓന് സന്തോഷമാവും, സിധുക്ക് സന്തോഷമാവും. ഇതാമാതിരി ഇവിടെയൊക്കെ നല്ല മഴയാണ്, നല്ല മഴയോടെ മഴ, തുള്ളിച്ചൊല്ലി മഴ. കാരണം മഴ പെയ്തിട്ടുള്ളൂ, ഇനി എന്തൊക്കെ സംഭവിക്കാണ്ട് റോഡൊക്കെ പൊട്ടുന്നതാണ്. പക്ഷെ സർക്കാരിന്റെ അനേസമായ റോഡുകൾ പൊട്ടുന്നത്. മൈദപ്പൊടിയും മൈദയും ചേർത്തി വെക്കുന്ന, മൈദ ഉരുട്ടി ഉണ്ടാക്കുന്ന സ്ഥലം, മൈദ ഉരുട്ടിയിട്ട് അതാണ് റോഡ് പൊട്ടുന്നത്. ഈ മൈദ ഇട്ടാൽ പൊട്ടും റോഡ്, മൈദോട് ചേച്ചാൽ റോഡ് പൊട്ടും അല്ലേ? മൈദ ചേച്ചാൽ പൊട്ടൂലേ? അതാണ്. അപ്പൊ സ്നേഹത്തോടെ കാണുന്ന ഇതുപോട്ടെ മനസ്സുള്ള ഒരു മനുഷ്യൻ എന്നുണ്ട്. സ്നേഹത്തിന്റെ കരൾ എന്നും പറിച്ചു കൊടുക്കുന്ന, എന്നും സ്നേഹത്തോടെ ചോർത്തു പിടിക്കുന്ന, മനസ്സറിയുന്ന ഇത്തരമുള്ള സ്നേഹത്തോടെ എന്നിട്ടോ ഈ മനസ്സ് എന്ന് നമ്മൾ കാണണം. അതാണ് സ്നേഹത്തോടുള്ള. ഇപ്പോ ഈ സ്നേഹത്തോടെയാണ് നമ്മൾ എപ്പോഴും കാണേണ്ടതും, ചോർത്തു പിടിക്കേണ്ടതും, സ്നേഹം കാണിക്കേണ്ടതും. ഇങ്ങനെയാണ് സാരാപ്പോട്ട ആളുകളെ കൊണ്ടുപോകാന്. ഓട്ടോ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഏത് പാരത്തിലും വരാനും, രോഗികളെ കൊണ്ടുപോകാനും, അതുപോലെ തന്നെ വിരുന്ന് പോകാനും, തക്കാളത്തിൽ പോകാനും എല്ലാത്തിനും ഓട്ടോ മാറ്റം ഉണ്ടാവുള്ളൂ കേട്ടോ. കാറുകളൊന്നും നിർത്താനും കഴിയില്ല, കാറുകൾ തിരുത്താൻ കഴിയില്ല, കാറുകൾ തിരിച്ചാനും ഓടിക്കാനൊക്കെ പാടാണ്. ഓട്ടോയാൽ ചിരിക്കാനും അതുപോലെ ഓടിക്കാനൊക്കെ പറ്റും. ഇത് നമ്മൾ ആവശ്യം പറ്റും, ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, ആവശ്യത്തിന് വേണ്ടി കയറുക. ഓട്ടോ സാരാപ്പോട്ട ആളുകൾക്ക് ഓട്ടോയാണ് നല്ലത്. രോഗികൾക്ക് പോകാനും, ആപത്ത് കേസാണെങ്കിലും ഒക്കെ കുത്തി കുലുങ്ങാതെ പോകാനും ഒക്കെ. കാറാക്കാകുമ്പോൾ കുത്തി കുലുങ്ങും, ഓട്ടോ ആകുമ്പോൾ കുത്തി കുലുങ്ങൂല, സ്നേഹത്തോടെ പൊയ്ക്കോളും. റോഡുകൾ കുഴപ്പമുണ്ടെങ്കിൽ മാത്രമാണ് കുത്തി കുലുങ്ങുള്ളൂ. റോഡ് കുത്തി കുലുങ്ങിട്ടെങ്കിൽ ഓട്ടോസ് നേരെ പൊയ്ക്കോളും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒരു കാലിന് പരിക്കേറ്റിയാലും കൈക്ക് പരിക്കേറ്റിയാലും ഒക്കെ ഓട്ടോയാണ് ഉണ്ടത്. ഒരു സമയത്ത് വിളിക്കാൻ പറ്റുന്നത് മേലങ്ങാടി സ്റ്റാൻഡിൽ നിന്ന് എപ്പോൾ വിളിച്ചാലും, സിധു എന്ന ഓട്ടോറിക്ഷക്കാരനെ എപ്പോൾ വിളിച്ചാലും കിട്ടും. ആ ഒരു സ്നേഹത്തിന്റെ തുള്ളിയെന്നും സ്നേഹത്തിന്റെ കരളെന്നും പറിച്ചു കൊടുക്കുന്ന ഇതുപോലെ സ്നേഹത്തോടെ ഓട്ടോറിക്ഷക്കാരൻ കിട്ടും. അതുപോലെ അത് തന്നെയാണ് ഇർസിക്ക ഇന്ന് സിധുവിന്റെ ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നത്. ഇന്ന് സിധുവിന്റെ ഓട്ടോറിക്ഷയിലാണ് യാത്ര ചെയ്തത്, ഇന്ന് പോകുന്നത്. ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഇറങ്ങി. എന്തൊരു സ്നേഹത്തോടെ നീ കൊടുക്കുന്ന മാറ്റം കൊടുത്താൽ മതി, സ്നേഹത്തോടെ കണ്ട. ഈ മനസ്സാട്ടോ എന്നും വേണ്ടത്, ഈ സ്നേഹമാട്ടോ വേണ്ടത്. ഈ സ്നേഹം നിങ്ങളെല്ലാം തിരിച്ച് കാണിക്കണം. ആ തിരിച്ച് കാണിക്കുമ്പോൾ, ആ സ്നേഹം കാണിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്കണം. ഇതാണ് ഒരുമ എന്ന് പറഞ്ഞാൽ ഒരുമത്തിന്റെ ഒരുമ കാണിക്കണം. സ്നേഹത്തിന്റെ കരൾ എന്നും കാണിക്കണം. ഇതാണ്. ഇപ്പൊ ഞങ്ങൾ വീട്ടിന്റെ അടുത്ത് എത്തിക്കാനായി. ഇതാ ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്, എത്തിക്കൊണ്ടിരിക്കുകയാണ്.
എല്ലാവരും ഇത് കാണുക മറക്കരുത്. സ്നേഹത്തോടെ കാണുന്ന, സ്നേഹത്തിന്റെ കരൾ എന്നും പറച്ചു കൊടുക്കുന്ന ഈ നല്ല മനസ്സിന്റെ വാക്ക്, ഈ സ്നേഹത്തിന്റെ റിസ്ക സ്നേഹത്തോടെ എന്ന് കാണുന്ന, ഇതാ നമ്മുടെ വീടിന്റെ അടുത്തെത്താനായി ഇതാ പോകുന്നു. ഇതാ നമ്മുടെ വീടിന്റെ അടുത്തെത്തി, എത്താൻ പോകുന്നുള്ളൂ. ഇതാ കടന്നു പോടുന്നു. ഇതാ ഞങ്ങളെ വീട്ടിന്റെ അടുത്തെത്തി, ഇതാ വരുന്നു. ഇതാ ഞങ്ങളെ വീടെത്തി. അതാ വളർട്ടെങ്കിൽ അതാ ഞങ്ങളെ വീടെത്തി. ഇതാ ഞങ്ങൾ സൈഡേക്കും ഇവിടെ നിർത്തും. ഇതാ നിർത്താനായിക്കണു, ഇവിടെ എത്താനായി. ഇപ്പൊ എത്തി ഞങ്ങളെ വരാം. ഇതാ നമ്മുടെ വീട്. ഇതാ എത്തുന്നു. ഇതാ ഇവിടെ കഴിഞ്ഞു. ഇതാ ഇത് തിരിച്ചു പോവാണ്. പോയിട്ട് പോട്ടെ.